it's me Anupama. Welcome to my YouTube channel. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹിമാലയ കമ്പനിയുടെ സെപ്റ്റിലിൻ എന്ന ടാബ്ലറ്റിൻ്റെ റിവ്യൂ ആണ്. സെപ്റ്റിലിൻ ടാബ്ലറ്റ് ഫോമിലും സിറപ്പ് ഫോമിലും അവൈലബിൾ ആണ്. പിന്നെ രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി എന്ന വേർഡ് ഈ കൊറോണ കാലത്ത് സുപരിചിതമായിട്ടുള്ള ഒരു വേർഡായിരുന്നു. അതായത് ക്വാറന്റൈൻ അതുപോലുള്ള വേർഡ് പോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ സി എടുക്കുന്നു, വിറ്റാമിൻ ഡി എടുക്കുന്നു, സിങ്ക് എടുക്കുന്നു, അത് കഴിക്കണം ഇത് കഴിക്കണം എന്നൊക്കെ നിരന്തരമായി കേട്ടുകൊണ്ടിരുന്നൊരു കൊറോണ കാലം ഉണ്ടായിരുന്നു നമുക്ക്. എപ്പോൾ ആയാലും രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിനൊരു മുതൽക്കൂട്ടാണ്. നമ്മൾ ആരോഗ്യമായിട്ട് ഇരിക്കണമെങ്കിൽ നമുക്ക് നല്ല ഒരു രോഗപ്രതിരോധ ശേഷി വേണം. നമ്മൾ വീട്ടിലാണെങ്കിൽ നോർമലി ജിഞ്ചർ, ഹണി അതൊക്കെ വെച്ചിട്ട് പ്രിപ്പറേഷൻസ് ഉണ്ടാക്കിയിട്ട് രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ട് കഴിക്കും. അതൊക്കെ നല്ലതാണ്, കോമൺ ആയിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് കൂടുതൽ ഇൽനെസ് ഉണ്ട്, രോഗപ്രതിരോധ ശേഷി നന്നായിട്ട് കുറവുണ്ട് എന്നില്ലവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രിപ്പറേഷനാണ് ഹിമാലയ കമ്പനിയുടെ സെപ്റ്റിലിൻ ടാബ്ലറ്റ് അല്ലെങ്കിൽ സിറപ്പ് ഫോമിൽ അവൈലബിൾ ആണ്. സിറപ്പ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഹിമാലയ കമ്പനി എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ആയുർവേദിക് കമ്പനികളിൽ ഒരു കമ്പനിയാണ്. ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട്. ഞാൻ ഇതിനു മുമ്പും ഹിമാലയ കമ്പനിയുടെ വേറെ പ്രിപ്പറേഷൻ്റെ റിവ്യൂ ഇട്ടിരുന്നു. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗം എന്തെന്ന് നോക്കാം. മെയിനായിട്ട് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അതായത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അണുബാധയുള്ള ആൾക്കാരിലൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു മെഡിസിനാണിത്. പിന്നെ ബ്രോങ്കൈറ്റിസ്, ടോൺസിലൈറ്റിസ് പോലുള്ള അവസ്ഥകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ശ്വാസതടസ്സം, കഫക്കെട്ട്, ഫാരിഞ്ചൈറ്റിസ് ഇതുപോലുള്ള അവസ്ഥയുള്ളവർക്കൊക്കെ നല്ലൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ്. പിന്നെ ഹൈ ആൻറ്റി ഓക്സിഡൻറ്റ് എഫക്റ്റ് കൂടി ഇതിനുണ്ട്. ആർക്കെങ്കിലും ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഫാർമസിസ്റ്റിനോട് ഇതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുക. അവർ നിങ്ങൾക്ക് ആവശ്യമായ ഡോസേജ് സജസ്റ്റ് ചെയ്തു തരും. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവും. അതുകൊണ്ട് പിന്നെ നിങ്ങൾക്കറിയാം ഇടയ്ക്കിടെ ചില അസുഖങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനത്തെ ആളാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളെ ഇമ്മ്യൂണിറ്റിയുടെ പ്രശ്നമായിരിക്കും. ആ ടൈമിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഹെർബലായിട്ടുള്ള പ്രിപ്പറേഷൻസ് വളരെ യൂസ്ഫുള്ളാവും. അതൊന്ന് ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ട് ഈസിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇത് ടാബ്ലറ്റ് കഴിക്കേണ്ട വിധം നോർമലി എന്ന് വെച്ചാൽ രണ്ട് ടാബ്ലറ്റ് 2 നേരം ഫസ്റ്റത്തെ 2 ആഴ്ചത്തേക്ക്, പിന്നെ 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഓരോരോ ടാബ്ലറ്റ് മോർണിംഗ് 1 നൈറ്റ് 1 ഓരോരോ ടാബ്ലറ്റ് 2 നേരം 6 ആഴ്ചത്തേക്കാണ് അതിൻ്റെ ഡോസേജ് വരുന്നത്. വാം വാട്ടർ, ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് കഴിക്കുക. പിന്നെ അതിന് സൈഡ് എഫക്റ്റ് ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമ്മൾ ഒരു 30 ഡിഗ്രി സെൽഷ്യസ് 30 ഡിഗ്രി സെൽഷ്യസിന് താഴെ സ്റ്റോർ ചെയ്ത് വെക്കുക. കുഞ്ഞുങ്ങൾക്കൊന്നും കിട്ടാത്ത സ്ഥലത്ത് വെക്കുക. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.